ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മുന്നേ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കുന്ന വിധം എന്ന് നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് കുതിർത്ത പരിപ്പാണ്. ഒരു കപ്പ് പരിപ്പ് കുതിർത്ത് അരമണിക്കൂർ കുതിർത്ത് നീക്കി വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ പച്ചമുളക്. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. സവാളയ്ക്ക് പകരം ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കുതിർത്ത പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പ് ഞാനെടുത്ത് നീക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പോൾ അതാ കുതിർത്ത് വെച്ച പരിപ്പ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് എല്ലാം കൂടി ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ പേസ്റ്റാക്കി അരയരുത്, എന്നാൽ അത് ഒരുവിധം അരയും വേണം. ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നു. കണ്ടോ, നല്ല പാകത്തിനായിട്ടത് ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഇതെങ്ങനെയാണ് കേട്ടോ, വല്ലാതെ അങ്ങ് പേസ്റ്റ് പോലെ ആവരുത്. നമുക്ക് പരിപ്പ് വട എന്നൊക്കെ പറയുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന്, ഉരുളയാക്കാൻ പാകത്തിന് വേണം ഇത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് അളവിന് നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചേർത്ത് തൂരപ്പരിപ്പ് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുതിർത്ത്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. കണ്ടോ, അതും കൂടെ ചേർത്തു. പിന്നെ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണോളം വരുന്ന കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന നമ്മുടെ പച്ചമുളക്, അതുപോലെ സവാള, ഇഞ്ചി, കറിവേപ്പില, ഇവയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളക്, വറ്റൽമുളക് ഇല്ലേ, അത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇതാ അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കണത്. അത് നമ്മൾ അളവിനനുസരിച്ച്, കൂടി പോകരുത്. നമ്മൾ അളവിനനുസരിച്ച് എത്രത്തോളം പരിപ്പ് എടുക്കുന്നു, എത്രത്തോളം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവിനാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് എടുക്കുന്ന പരിപ്പിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കുഴച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. കഴിഞ്ഞ വീഡിയോ ഞാൻ പരിപ്പടയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് പരിപ്പട ഉണ്ടാക്കാൻ ചേർക്കേണ്ടതെന്ന് അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-15 മിനിറ്റ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ച് അത് തിളയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി ഇതിൽ നിന്ന് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് എടുത്തു. അപ്പുറത്തൊരു പാത്രത്തിൽ ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്തിനാണെങ്കിലും പച്ചവെള്ളം ഒന്ന് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നനച്ച് നമുക്ക് വെച്ചതിന് ശേഷം ഈ ഉരുള അതിലേക്ക് വെച്ച് പരത്തി ഇങ്ങനെ വല്ലാതെ തിന്നായി പോകരുത് കേട്ടോ. അങ്ങനെ ഒരു പരുവത്തിലാക്കി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അത് വറുത്ത് കോരി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതും നമുക്കതുപോലെ ഉണ്ടാക്കാം. ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ എണ്ണയൊക്കെ അതിലിറങ്ങിയിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പുറമൊക്കെ വെന്താലും ഉള്ളിൽ ചിലപ്പോൾ വേവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞിട്ടാലും കുഴപ്പമില്ല, ഫ്ലെയിം കുറച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു വശം വെന്തപ്പോൾ ഞാൻ മറുവശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കോരുകയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും സാമ്പാർ പരിപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്, വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മുടെ സാമ്പാർ തുവരയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് പരിപ്പട ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിങ്ങനെ ഈസി ആയിട്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ അത്. അപ്പോൾ തീ നമ്മൾ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം വെന്തിരിക്കും. അപ്പോൾ അതിപ്പോൾ കറക്റ്റ് അളവിന് തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ നമ്മൾ വറുത്ത് കോരി എടുത്തേക്കാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ
നല്ലൊരു ഐറ്റമാണ് പരിപ്പ് വട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാ കണ്ടോ, എല്ലാ പരിപ്പുവടയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. നമ്മുടെ ചായക്കടയിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ രുചി തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ കൂടുതലൊന്നും വിശദമായിട്ട് പറയണില്ല, നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോ, നല്ല ക്രിസ്പിയാണ്, ഉള്ളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.